ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സിമിയ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്നാക്കാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന രീതിയിലുള്ളൊരു സ്നാക്കാണ് കേട്ടോ അത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്കൊരു ബൗളെടുക്കാം. അതിലേക്കൊരു 4 ചെറിയ സവാള കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 4 എടുത്തേക്കുന്നത് ചെറുതായതുകൊണ്ടാണ്. ഇതിലേക്കൊരു 1/4 സ്പൂൺ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് ഞെരടിയെടുക്കണം. നല്ല സോഫ്റ്റ് ആവണം വരെ. അതിനുശേഷം ഇതിലേക്കൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ 2 പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് എരിവിനായിട്ട്. കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് എരിവിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ഗ്ലാസ് മൈദയാണ് കേട്ടോ ആദ്യം ചേർത്തേക്കുന്നത്. അതിനുശേഷം ഞാനൊരു 1/4 ഗ്ലാസ് കടലപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സവാള അത്യാവശ്യം ഉരുട്ടിയെടുക്കാൻ പാകത്തിന് നമുക്കിതിലേക്ക് മാവ് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മൈദക്ക് പകരം വേണമെങ്കിൽ ആട്ടപ്പൊടിയും ചേർക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് ആദ്യം കുഴച്ചെടുക്കാം. വെള്ളം ആവശ്യമാണെങ്കിൽ നമുക്ക് പിന്നെയും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവണ വരെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഇവിടെ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് മുട്ട പുഴുങ്ങിയതാണ്. അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങിയത് വലിയ മുട്ട 2ആയിട്ട് ഞാൻ പിളർത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് കാടമുട്ടയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ചെറിയ മുട്ടയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമാവും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവാട്ടോ. എന്നിട്ട് നമുക്കിത് മാവെടുത്തിട്ട് വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടൊക്കെ കിട്ടും. ഇതുപോലെ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ മുട്ട വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പാകത്തിനായിരിക്കണം നമ്മുടെ ആ ഒരു മാവ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ എല്ലാം പരത്തിയെടുക്കുക. എന്നിട്ട് മുട്ട അതിൻ്റെ ഉള്ളിൽ വയ്ക്കുക. എന്നിട്ട് ഉരുട്ടിയെടുക്കുക. അങ്ങനെയാണ് നമ്മൾ എല്ലാ സ്നാക്സും ചെയ്യേണ്ടത്. അപ്പോൾ മുട്ട വേണമെങ്കിൽ വലിയ മുട്ട വേണമെങ്കിൽ 4 പീസായിട്ടും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ 2 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാം ഞാൻ ഇവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യലാണ്. അപ്പോൾ ഞാൻ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിടാം കേട്ടോ. പിന്നെ ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുത്തത്. കാരണം കടലപ്പൊടിയും മൈദയൊക്കെ ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് തന്നെ. സവാള ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോയിട്ട് ബാക്കിയുള്ളതൊക്കെ കുക്കാവാനായിട്ട് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു സെറ്റ് നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് അതുപോലെ തന്നെ ഇടാം നമുക്ക്. ഇതും ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് വറുത്ത് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് എണ്ണ കുടിക്കുന്നൊന്നുമില്ല നമ്മുടെ ഈ ഒരു സ്നാക്ക്. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. 4 മണിക്കൊക്കെ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.